So once again welcome back. So last video we discussed about the analysis of a rectangular section. So in this video we will discuss about the analysis of a I section. So previous in the case അതേപോലെ തന്നെ ഇവിടെ അനാലിസിസ് രണ്ട് സ്റ്റേജസിലാണ് ചെയ്യുന്നത്. ഒന്ന് ഇനീഷ്യൽ സ്റ്റേജും പിന്നെ ഫൈനൽ സ്റ്റേജും. സോ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പ്രീസ്ട്രെസ്. നമ്മുടെ പ്രീസ്ട്രെസിങ് ഫോഴ്സ് ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇനീഷ്യൽ സ്റ്റേജ്. അപ്പം ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത് ഡെഡ് ലോഡ് കാരണവും പിന്നെ പ്രീസ്ട്രെസിങ് ഫോഴ്സ് കാരണമായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രീസ്ട്രെസിങ് ഫോഴ്സ് ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത ശേഷം നോക്കൂ ഇങ്ങനെ ഈ പ്രീസ്ട്രെസിങ് ഫോഴ്സ് ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഇതിലേക്ക് ലൈവ് ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് ഡെഡ് ലോഡ് കാരണം, ലൈവ് ലോഡ് കാരണം പിന്നെ പ്രീസ്ട്രെസിങ് ഫോഴ്സ് കാരണം, ഈ മൂന്ന് ഫോഴ്സും കാരണമായിരിക്കും അവിടെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക. സോ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, പ്രീസ്ട്രെസിങ് ഫോഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ, എല്ലാവരും എഴുതിയെടുക്കാം. A beam of symmetrical I section having spanning 8 meter has a flange width of 200 mm and a flange thickness of 600 mm respectively. The overall depth of the beam is 400 mm. Thickness of the web is 80 mm. The beam is prestressed by a parabolic cable with an eccentricity of 150 mm at the center and 0 at the supports. With an effective prestressing force of 100 kN. The live load on the beam is 2000 Newton per meter. Draw the stress distribution diagram at the midspan for the following data. 1. Prestress and self weight. 2. Prestress, self weight പിന്നെ live load. അതായത് രണ്ട് സ്റ്റേജിൻ്റെയും സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൻ്റെയും സെക്കൻഡ് സ്റ്റേജിൻ്റെയും. ആദ്യം തന്നെ ഗിവൺ ഡാറ്റ എടുത്തത് നമുക്കറിയാം ഐ സെക്ഷൻ ആണ്. ബി എ, ഡി എ, വെബ്, ഫ്ലാഞ്ച് എല്ലാം നമുക്കറിയാം. സോ ഗിവൺ ഡാറ്റ എല്ലാം എടുത്തെഴുതുക. അതിനുശേഷം നമുക്ക് വരച്ച് നോക്കാം. ഇങ്ങനെയാണ് ഐ സെക്ഷൻ വരുന്നത്. സോ അതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്താണ് തന്നിട്ടുള്ളത് 200 mm. ഈ ഫ്ലാഞ്ചിൻ്റെ തന്നെ ഡെപ്ത് 660 തന്നിട്ടുണ്ട്. വെബ് പോർഷൻ്റെ തിക്നെസ് 80, പിന്നെ അതേപോലെ ടോട്ടൽ ഡെപ്ത് 400 mm. തന്നിരിക്കുന്ന ഡാറ്റ ഫുള്ള് നമ്മൾ പ്ലോട്ട് ചെയ്താണിത്. പിന്നെ അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പാരാബോളിക് കേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ നോക്കൂ, ടെൻഡൻസ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ടെൻഡൻസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തത്. ഇവിടെ അവർ കൊടുക്കുന്ന പാരാബോളിക് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പാരാബോളിക് കേബിൾ ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ പാരാബോളിക് കേബിളിന്റെ സെന്ററിലാണ് എക്സെൻട്രിസിറ്റി 150, സപ്പോർട്ടിൽ 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ആർച്ച് ഷേപ്പിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലാണ് അവർ പാരാബോളിക് ആയിട്ടുള്ള കേബിൾ, അതാണ് 0 അറ്റ് ദ സപ്പോർട്ടും സെന്ററിൽ എക്സെൻട്രിസിറ്റി, ആ സെന്ററിൽ വരുന്ന എക്സെൻട്രിസിറ്റി 150. ഓക്കെ, ഇങ്ങനെയാണ് അത് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് ആദ്യം തന്നെ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഐ സെക്ഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 200 × 60, ഇവിടെയും അതേപോലെ തന്നെ സിമെട്രിക്കലാണ്. അപ്പോൾ ഇവിടെ താഴത്തും 200 തന്നെയാണ് × 60. സോ 2 × 200 × 60, 200 × 60ൻ്റെ രണ്ടെണ്ണം ഉണ്ട്, അതാണ് നമ്മൾ എഴുതിയത്. പ്ലസ് വെബ് പോർഷൻ്റെ ലെങ്ത്. ഓക്കെ, വെബ് പോർഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തിക്നെസ് 80 ആണ്. ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. 400 ന് ഈ 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 280 കിട്ടും. Okay, so 80 × 280. So area of the section is 464,000 mm². ഇനി moment of inertia of the section. So symmetrical section ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇൻ കേസ് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വേറെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ഫോളോ ചെയ്യരുത്. ഇത് സിമെട്രിക്കൽ സെക്ഷന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ moment of inertia of a symmetrical section. Symmetrical I section equation is BD³ divided by 12 minus HW. HW is the height of the web cube into B minus TW. TW is the web in the thickness divided by 12. Okay, so B is 200, depth 400, height of the web 280, V 200 ആണ്,
വെബിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 80. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു 8.47 ഇൻറ്റു 10⁻⁸ mm⁴ കിട്ടും. നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോവാണ് ഇനീഷ്യൽ സ്റ്റേജിലെ സ്ട്രെസ് കാൽക്കുലേഷൻ. ഓക്കെ, സോ കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 2 ഫോഴ്സാണ് ഇവിടെ വരുന്നത്, പ്രീ സ്ട്രെസ്സും സെൽഫ് വെയ്റ്റും. ഓക്കെ, സോ അതിൽ തന്നെ സെൽഫ് വെയ്റ്റ് ഓഫ് ദ ബീം കണ്ടുപിടിക്കാം. സോ ബീമിൻ്റെ സെൽഫ് വെയ്റ്റ് ഈസ് ഈക്വൽ ടു ആദ്യം ഏരിയ ഇൻറ്റു ആ യൂണിറ്റ് വെയ്റ്റ് ആണ്. സോ യൂണിറ്റ് വെയ്റ്റ് ഈസ് 25 ഇൻറ്റു ഏരിയ ഓഫ് ഐ സെക്ഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 46400. ഓക്കെ, ഇത് mm² നമ്മളത് മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 10⁻⁻6 ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 1.16 kN/m. അതായത് നമ്മളെല്ലാം kN/m ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഈ 464 എന്ന് പറഞ്ഞാൽ അത് mm² ആണ്. അടുത്ത മൊമെന്റ് ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് ഈസ് ഈക്വൽ ടു WL² ഡിവൈഡഡ് ബൈ 8. W നമുക്കറിയാം 1.16, L 8 ഡിവൈഡഡ് ബൈ 8. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9.28 kN/m. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കൂ എന്താണെന്ന്. ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എവിടെ എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അതാ with an effective pre-stressing force of 100 kN ആണ് അവർ പറഞ്ഞത്. അതായത് എഫക്റ്റീവ് ഈ ബീമിലുള്ള എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, അതായത് ലോസ് കഴിഞ്ഞിട്ടുള്ള ഫോഴ്സാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എടുക്കുന്നത് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആയ PI ആണ്. ഇവർ തന്നിരിക്കുന്നത് PE ആണ്, അതായത് ലോസിന് ശേഷമുള്ള ഫോഴ്സാണ് ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഇനീഷ്യലായിട്ട് ഈ ബീമിലേക്ക് എത്ര ഫോഴ്സാണ് അപ്ലൈ ചെയ്തത് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഈ 100 kN എന്ന് പറഞ്ഞാൽ ലോസിന് ശേഷമുള്ള ഫോഴ്സാണ് 100 kN. സോ ലോസിന് മുന്നേ എന്തായിരുന്നു ഫോഴ്സ് എന്നുള്ളത് നമുക്ക് കണ്ടിട്ടില്ല, പക്ഷെ ലോസ് നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു 15% നമ്മൾ ലോസ് അസ്യൂം ചെയ്യണം. ഓക്കെ, തരാത്തത് കൊണ്ട് ഒരു 15% ലോസ് അസ്യൂം ചെയ്യാണ്. അപ്പം അങ്ങനത്തെ കേസിൽ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 80, 85 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1117.65 kN. ഓക്കെ, അപ്പം ആദ്യം ഈ ബീമിൽ അപ്ലൈ ചെയ്തിരുന്ന ഇനീഷ്യൽ പ്രീ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 117.65 kN ആണ്. അതിൽ ഒരു 15% ലോസ് ആയിട്ടാണ് ബാക്കി 100 kN ആണ് ഈ ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിവിടെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ 15% ലോസ് അസ്യൂം ചെയ്തിട്ട് ഇനീഷ്യൽ പ്രീ സ്ട്രെസ് കണ്ടുപിടിച്ചത്. സോ PI ഈസ് ഈക്വൽ ടു 1117.65 kN. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുക ഡയറക്റ്റ് ആയിട്ട് സ്ട്രെസ് അറ്റ് ദ ടോപ്പ് ഫൈബേഴ്സ്, അതായത് ഈ ടോപ്പ് ഫൈബേഴ്സിൽ വരുന്ന സ്ട്രെസ്. സോ PI ഡിവൈഡഡ് ബൈ A പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് ഫസ്റ്റ്. പിന്നെ എക്സെൻട്രിസിറ്റി കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ടോപ്പിൽ വരുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്. സോ മൈനസ് PIE YT ഡിവൈഡഡ് ബൈ I. പിന്നെ ഡെഡ് ലോഡ് കാരണം ബോട്ടത്തിൽ വരുന്നത് ടോപ്പിൽ വരുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് പ്ലസ്, കംപ്രഷൻ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വരുന്ന മൊമെന്റ് PI ഇൻറ്റു E ആണ് ഇവിടുത്തെ മൊമെന്റ്. സോ എല്ലാ വാല്യൂസും നമുക്കറിയാം. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് 1117.65 ഇൻറ്റു 10⁻³ ഇവിടെ മൈനസ് ആണ്, ഇത് ജസ്റ്റ് ചെറിയൊരു എറർ പറ്റിയതാണ്, ഇത് നിങ്ങൾ മാറ്റിയാൽ മതി. ഓക്കെ, സോ 1117.65 ഇൻറ്റു 10⁻³ ഇൻറ്റു എക്സെൻട്രിസിറ്റി ഈസ് 150. YT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YT എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് ടോപ്പ് മോസ്റ്റ് ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, സോ ഇവിടെ ആദ്യം കറക്റ്റ് സെൻട്രലാണ് വരുന്നത്. ഇതാ നോക്കൂ, ഡിസ്റ്റൻസ് ഓഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ YT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ടോപ്പ് മോസ്റ്റ്
ന്യൂട്രൽ ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ സിമെട്രി ആയതാണ് ന്യൂട്രൽ ആക്സിസ് സെൻട്രലിലൂടെ ആയിരിക്കും പാസ് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ YT. So this is YT. So YT നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് 400 ആണ്. 400 divided by 2, that is 200. അതാണ് നമ്മുടെ YT, ഡിസ്റ്റൻസ് ഓഫ് topmost fiber from the neutral axis. So 200 divided by I substitute ചെയ്യുക, plus moment due to dead load is equal to 9.28 into 10⁶ Newton mm into 200 divided by I. നമുക്ക് കിട്ടുന്ന വാല്യൂ സ്ട്രെസ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ഫൈബർ ഇസ് ഈക്വൽ ടു 0.559 ന്യൂട്ടൺ പെർ mm². ഇനി അതേപോലെ സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഫൈബേഴ്സിൽ ഉണ്ടാവുന്ന സ്ട്രെസ് PI/A. നമുക്ക് ഓൾറെഡി ഫ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ A. സോ ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ എക്സെൻട്രിസിറ്റി കാരണം ബോട്ടത്തിൽ വന്നിരിക്കുന്ന കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ പ്ലസ് P into YB divided by I. അതേപോലെ ഡെഡ് ലോഡ് ബോട്ടം മോസ്റ്റ് ഫൈബറിൽ ടെൻസൈൽ ഫോഴ്സ് ആണ്. ടെൻസൈൽ ഫോഴ്സ് ഇസ് നെഗറ്റീവ് എടുക്കുക. MD into I into YB. എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ ഇവിടെ YB എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ബോട്ടം മോസ്റ്റ് ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഇതേപോലെ തന്നെ ഒരു വ്യത്യാസം വരുന്നില്ല. ഇതാണ് ബോട്ടം മോസ്റ്റ് ഫൈബർ. ഈ ബോട്ടം മോസ്റ്റ് ഫൈബറിന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് YB. So that is 400 divided by 2. So എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get stress at the bottommost fiber is equal to 4.561 Newton per mm². ഇതൊക്കെ പോസിറ്റീവ് ആണ്. സോ ഇത് കംപ്രസീവ് ഫോഴ്സ് ആയിട്ട് തന്നെ എടുക്കാം. ഇനി സെക്കൻഡ് സ്റ്റേജ്, അതായത് സ്റ്റെപ്പ് നമ്പർ 2, കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് അറ്റ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് 3 ഫോഴ്സാണ് വരുന്നത്. ഒന്ന് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വരും, പിന്നെ സെൽഫ് വെയിറ്റ്, പിന്നെ ലൈവ് ലോഡ്. ഈ 3 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡ് ആണെങ്കിൽ WL² ഡിവൈഡഡ് ബൈ 8 ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ലൈവ് ലോഡ് എന്ന് പറയുമ്പോൾ 2 kN per meter, 2000 Newton per mm ആണ്. അത് കൺവേർട്ട് kN മീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 2 kN per meter. 2 kN per meter. So value is 16 kN meter. So moment due to dead load plus live load is equal to 16 plus 9.28, 25.28 kN meter. Okay. Then the second stage ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അല്ല, ലോസിന് ശേഷമുള്ള എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് 100 kN per meter. ഇനി സ്ട്രെസ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ഫൈബർ FT2 is equal to first പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P/PE divided by A. എക്സെൻട്രിസിറ്റി കാരണം നോക്കൂ, ബോട്ടത്തിൽ വന്നിരിക്കുന്ന എക്സെൻട്രിസിറ്റി കാരണം ടോപ്പിൽ വന്നിരിക്കുന്ന ടെൻസൈൽ ഫോഴ്സ് ആണ്. സോ നെഗറ്റീവ് P into E YT divided by I. ഇനി ലോഡ് കാരണം ഡെഡ് ലോഡും ലൈവ് ലോഡ് കാരണം ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ വന്നിരിക്കുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ കംപ്രസീവ് ഫോഴ്സ് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ പ്ലസ് ഇക്വേഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് സ്ട്രെസ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ഫൈബർ ഈസ് ഈക്വൽ ടു 4.582 Newton per mm². ഈ സെയിം പോലെ സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഫൈബർ കണ്ടുപിടിക്കുക. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ്. എന്താ നോക്കൂ, ബോട്ടം മോസ്റ്റ് ഫൈബറിൽ എക്സെൻട്രിസിറ്റി കാരണം വന്നിരിക്കുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ കംപ്രസീവ് ഫോഴ്സ് എന്ന പ്ലസ്, പിന്നെ വന്നിരിക്കുന്നത് ലൈവ് ലോഡ് കാരണം ബോട്ടം മോസ്റ്റ് ഫൈബറിൽ ടെൻസൈൽ ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ. സോ സ്ട്രെസ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് ഫൈബർ ഈസ് ഈക്വൽ ടു -0.27 Newton per mm². അപ്പോൾ ഇവിടെ ടെൻസൈൽ സ്ട്രെസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് പ്ലോട്ട് ചെയ്യാം. അത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിന്റെ പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് ഇനീഷ്യൽ സ്റ്റേജിന്റെ പ്ലോട്ട് ചെയ്യാം.
ഇത് നോക്കൂ, ഇതാണ് ഒരു ഓക്കെ, ഇതാണ് ഒരു ഐ സെക്ഷൻ. ഇങ്ങനെ വരും ഏകദേശം. ഇത് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ ഐ സെക്ഷൻ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഫ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഇങ്ങനെ വരും, P/A. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് എക്സെൻട്രിസിറ്റിയിൽ ഉണ്ടാവുന്ന ഫ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം. ഇതിന്റെ ടോപ്പിൽ വരുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം എത്ര വരുന്നത്. ടോപ്പിലെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടോപ്പിലെ വാല്യൂ, -4.167. ടെൻസൈൽ സ്ട്രെസ് ആണ്, സോ -4.167. ഇനി ബോട്ടത്തിലെ വാല്യൂ എത്ര നോക്കാം. സ്ട്രെസ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് ഫൈബറിലെ വാല്യൂ +4.167. സോ ഇതാണ് അതിന്റെ ഇക്വേഷൻ കേട്ടോ. ഈ ഇക്വേഷൻ ആണത്. ഈ ഇക്വേഷന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇനി ലോഡ് കാരണം, ഡെഡ് ലോഡ് കാരണം വന്നത്. ലോഡ് കാരണം ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ +2.191 ബോട്ടത്തിൽ വന്നിരിക്കുന്ന -2.191 ആണ്. നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇങ്ങനെ വരും. ഇത് ഇങ്ങോട്ടേക്ക്, പിന്നെ ഇങ്ങനെ ഇങ്ങനെ, ഇത് മൈനസ്, ഇത് പ്ലസ്. So this is minus and this is plus. Resultant stress എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് ആഡ് ചെയ്യുക. അതായത് 2.535 minus 4.167 plus 2.191 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ stress at the topmost fiber is equal to 0.59. അതേപോലെ ബോട്ടത്തിൽ തന്നെ 4.5 വരും. 4.5 വരും. ഇവിടെ 0.559 വരും. ഇനി സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റേജ് അല്ല, ഫൈനൽ സ്റ്റേജ്. ഇതേപോലെ നമ്മുടെ ഐ സെക്ഷൻ നമുക്ക് ആദ്യം വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇവിടെ വരുന്ന എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആട്ടോ, മാറിപ്പോവല്ലേ. പിന്നെ വരുന്ന പ്രീ സ്ട്രെസ്സിങ് എക്സെൻട്രിസിറ്റിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ വന്നിരിക്കുന്നത് ഒരു ടെൻസൈൽ സ്ട്രെസ് ആണ്, -3.542. ബോട്ടത്തിൽ വന്നിരിക്കുന്നത് +3.542 ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ലൈവ് ലോഡും ഡെഡ് ലോഡും കാരണം കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുള്ള നോക്കാം. ലൈവ് ലോഡും ഡെഡ് ലോഡും കാരണം കമ്പൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന സ്ട്രെസ് അറ്റ് ദ ടോപ്പിൽ വന്നിരിക്കുന്ന 5.959 സ്ട്രെസ് അറ്റ് ദ ബോട്ടത്തിൽ -5.959 വന്നിട്ടുള്ളത്. ഓക്കെ, സ്ട്രെസ് അറ്റ് ദ ടോപ്പിൽ +5.959 ബോട്ടത്തിൽ -5.959. ഇനി റിസൾട്ടന്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, സോ വാല്യൂ വിൽ ബി 5.58, 4.5 ബോട്ടത്തിൽ 2.27. ഇങ്ങനെ വേണം പ്ലോട്ട് ചെയ്യാൻ. ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം വരുന്നത്. അപ്പോൾ ഇത് പ്ലോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം.